ഉഷ്ണതരംഗം ശ്രീകൃഷ്ണപുരത്ത് പ്രതിരോധ നടപടികൾക്ക് തുടക്കമായി. വേനൽ ചൂടിൽ ആരോഗ്യ സുരക്ഷയ്ക്കായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വിവിധങ്ങളായ പരിപാടികൾക്ക് തുടക്കമായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ സൗകര്യങ്ങൾ സജ്ജമാക്കി. ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർമധുരം പദ്ധതിക്ക് തുടക്കമായി. ഹോമിയോ ഡിസ്പെൻസറിയുടെ വകയായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും കുടിവെള്ള സൗകര്യമൊരുക്കാനും പൊതു ഇടങ്ങളിൽ വിവിധ സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ ദാഹജല പന്തലുകൾ സജ്ജമാക്കാനും തീരുമാനിച്ചു. വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിവരങ്ങളടങ്ങിയ ലഘുലേഖ തയ്യാറാക്കി വിതരണം ചെയ്യാനും തീരുമാനിച്ചു. ചന്തപ്പുരയിലെ ഡിവൈഎഫ്ഐ ആഭിമുഖ്യത്തിലെ SBI ജംഗ്ഷനിലെ കുടുംബശ്രീ നേതൃത്വത്തിൽ പഞ്ചായത്ത് കോമ്പൗണ്ടിലല്ലേ ഉദ്ദേശിച്ച, അതുപോലെ തന്നെ KSTA ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ ഇപ്പോൾ വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്നുള്ള രീതിയിൽ മഹാത്മയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി പരിസരവും നമ്മുടെ സൗഹൃദയുടെ ആഭിമുഖ്യത്തിൽ സൊസൈറ്റി ജംഗ്ഷനിൽ അതോ റേഷൻ കട പരിസരത്തും അങ്ങനെ 2 കേന്ദ്രങ്ങൾ കൂടി പുതുതായിട്ട് JCയുടെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ട 16 വാർഡ് കേന്ദ്രങ്ങളിലും 16 പോയിൻ്റ് അതെവിടെയാണ്, ഏത് അയൽക്കൂട്ടമാണ്, അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തി പറ്റെങ്കിൽ ഈ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളം കിട്ടണത്ത് ആ രീതിയിൽ, അതല്ലെങ്കിൽ ചുക്കുവെള്ളമായിട്ടെങ്കിലും ആ രീതിയിൽ വെക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു വാർഡിലൊരു പോയിൻ്റ് എന്ന രീതിയിൽ അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് കുടുംബശ്രീയുടെ ഒരു പോസ്റ്ററാക്കിയിട്ട് തന്നെ ഇടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും അതിലേക്ക് തീരുമാനത്തിലേക്ക് വരും. ഓരോ വാർഡ് എവിടെ ചെയ്യുന്നു എന്നുള്ളത് അതിൽ CDS മെമ്പർക്കോ ADSൻ്റെ ഭാരവാഹിക്കോ ഉത്തരവാദിത്തമുള്ള ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത് ചെയ്യുക. ആ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. എന്നാൽ പോലും അത് ഉപയോഗപ്പെടുത്താൻ പറ്റാവുന്ന ഈ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. എല്ലാ വാർഡുകളിലും വീടുകളിലെത്തിച്ച് നോട്ടീസ് നൽകിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് പ്രാധാന്യമുള്ള ജാഗ്രത പാലിക്കാനും ഓരോ വീടുകളിലും അതിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്തി അവരോട് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഒരു ടീം എന്ന രീതിയിൽ വീടുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി സംഘടനകളുടെ യോഗം നമ്മൾ പഞ്ചായത്തിൽ ചേർന്നു. സ്ഥാപന മേധാവികളുടെ യോഗം ചേർന്നിട്ടുണ്ട്. സ്ഥാപനങ്ങൾ ഏതൊക്കെ തരത്തിൽ അതിൽ ശുചീകരിക്കേണ്ടതുണ്ട് ഈ മെയ് മാസത്തിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടാക്കിയിട്ടുണ്ട്. വ്യാപാരി സമൂഹത്തോട് നമ്മൾ ഈ കാര്യത്തിൽ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. മെയ് 6-ന് വ്യാപാരി സംഘടനകളുടെ സഹകരണത്തോടു കൂടി മെയ് 6-ന് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ 1 മണിക്കൂർ നേരം ഒരു ശുചിത്വ ഹർത്താൽ എന്ന രീതിയിൽ ആചരിച്ചുകൊണ്ട് അവരവരുടെ കടകളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും പരിസര പ്രദേശങ്ങളും വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രി മുതൽ സൊസൈറ്റി ജംഗ്ഷൻ വരെ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രദേശത്ത് വന്ന് പഞ്ചായത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് സൊസൈറ്റിയുടെ അവിടുത്തേറ്റം പഞ്ചായത്ത് പോയിന്റിൽ നിന്ന് ഏതാണ്ട് SBI ജംഗ്ഷൻ സംഗീതശില്പം വരെയും മറ്റൊരു ടീം ഷെഡും കുന്നത്തും കേന്ദ്രീകരിച്ച് കുട്ടികളുണ്ടാകും, ആരോഗ്യ പ്രവർത്തനം ഉണ്ടാകും, ജനപ്രതിനിധികൾ ചേർന്നുകൊണ്ട് നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കടകളിൽ കൊടുക്കാൻ വേണ്ടി മെയ് 2-ന് വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് അത്തരമൊരു അഭ്യർത്ഥന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകൾ എന്ന രീതിയിൽ ശ്രീകൃഷ്ണപുരം ആശുപത്രി പരിസരത്ത്, അതുപോലെ തന്നെ പൂഴിക്കട കയറ്റത്തിലെ 2 ഈ മാലിന്യങ്ങൾ സംഭരിച്ച് കേന്ദ്രീകരിക്കുന്ന 2 ഷോപ്പുകളുണ്ട് അല്ലെങ്കിൽ കടകളുണ്ട്. അവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പാതയോരത്തേക്ക് ഉൾപ്പെടെ അവരുടെ മാലിന്യ സംഭരണം നീണ്ടുപോകുന്നതിൻ്റെ വിഷയങ്ങളെല്ലാം നോട്ടീസ് കൊടുത്ത് അവരെ അത് കൃത്യമാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ ഒന്നുകൂടി പരിശോധിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് രാഗം കോർണർ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ടയർ ഉടമകൾ വേസ്റ്റ് ടയർ കൊണ്ടുവന്ന് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ, ഒന്ന് സുഭാഷ് ഒന്നുണ്ട്, അതുപോലെ തന്നെ ബെന്നി 2 പേര് അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ പോലീസിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഞ്ചായത്തിൽ 4280 വീട് ഗൃഹസന്ദർശനം നടത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്ഥാപനങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഒരു ശുചിത്വ ഹർത്താൽ എന്ന രീതിയിൽ 6-ാം തീയതി രാവിലെ 8 മണി മുതൽ 9 മണി വരെ സ്ഥാപനം കുറച്ചു നേരം അടച്ചിട്ടുകൊണ്ട് വൃത്തിയാക്കുകയും അവിടുന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ കൃത്യമായി ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയും ഇനി മെയ് 10-ാം തീയതി നമ്മൾ ഉദ്ദേശിച്ചത് മാഷൂടെ സൂചിപ്പിച്ചു, എല്ലാ
വിഭാഗം ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിതകർമ്മസേന, അതുപോലെ കുടുംബശ്രീ, അയൽക്കൂട്ടം, അതുപോലെ തന്നെ നമ്മുടെ NCC കുട്ടികൾ, വ്യാപാരി വ്യവസായികൾ എല്ലാവരും അടങ്ങുന്ന വലിയൊരു ക്യാമ്പയിൻ നമ്മുടെ ഈ പഞ്ചായത്ത് പ്രദേശത്ത് നടത്തി ക്ലീൻ ശ്രീകൃഷ്ണപുരം എന്ന രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റാനുള്ള ഒരു ചിട്ടയാർന്ന പ്രവർത്തനമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആലോചനാ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്ധ്യ, അസിസ്റ്റന്റ് സെക്രട്ടറി MS നാരായണൻ, സ്ഥിരം സമിതി ചെയർമാൻമാരായ C. സുജിത്ത്, VC ഉണ്ണികൃഷ്ണൻ, ജനപ്രതിനിധികളായ P. രജനി, N. വിദ്യാലക്ഷ്മി എന്നിവർ സംസാരിച്ചു.